എല്ലാവർക്കും നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സന്ദർശനം എന്ന കവിതയുടെ പഠന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഒക്കെ നോട്ടിലേക്ക് കുറിച്ച് വയ്ക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നാമത്തെ ചോദ്യമായിരുന്നു അല്ലേ, പൊൻചെൺപകം പൂത്ത കരൾ, കനകമൈലാഞ്ചി നിരിൽ തുടുത്ത വിരൽ, കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ. അപ്പോൾ കവിതയിലെ പ്രണയഭാവത്തെ ആവിഷ്കരിക്കുന്നതിൽ ഈ പ്രയോഗങ്ങൾ എത്രമാത്രം സമർത്ഥമായിട്ടുണ്ട് വിശദീകരിക്കുക. എന്താണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം? എപ്പോഴും കവിതയുടെ പേരെഴുതണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം സന്ദർശനം എന്നാണ് കവിതയുടെ പേര്. എന്ന കവിത പ്രണയ തീവ്രത അനുഭവിപ്പിക്കുന്ന ഒന്നാണ്. വാക്കുകൾ ഹൃദയത്തിലേക്ക് ഒഴുകി അനിർവചനീയമായ അനുഭൂതിയായി തീരുന്നു. വിശദീകരണങ്ങൾക്ക് അതീതമാണ് ഇതിലെ പ്രയോഗങ്ങൾ. പൊൻചെമ്പകം പൂത്ത കരൾ പ്രണയത്തിൻ്റെ വസന്തകാലത്തെയും നിറസുഗന്ധത്തെയും സൂചിപ്പിക്കുന്നു. കവിതാക്കൾ പരസ്പരം സാമീപ്യത്താൽ തന്നെ തരളിതരാകാറുണ്ടല്ലോ. അവിഭാജ്യമായ ആ നിമിഷങ്ങളെ കവി വാക്കുകൾ കൊണ്ട് ഒപ്പിയെടുത്തിരിക്കുന്നു. കനകമൈലാഞ്ചി നിരിൽ തുടുത്ത വിരൽ പ്രണയകാലത്തെ സൗന്ദര്യത്തെയും സ്പർശനത്തെയും കുറിക്കുന്നതാണ്. ഈ വിരൽ സ്പർശം കിനാവിൻ്റെ പെരുമഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ നെടിയ കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ, അപ്പോൾ പ്രിയപ്പെട്ടവളുടെ ആ ഒരു മിഴിയും വശ്യതയൊക്കെയാണ് ഈ വരികളിൽ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയാവും. മൂന്നാമത്തെ ചോദ്യം, പ്രണയത്തിൻ്റെ ഭൂത വർത്തമാനങ്ങളുടെ നിറഭേദങ്ങൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എങ്ങനെയാണ് കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? ചോദ്യം ഇച്ചിരി ടഫായിട്ടായിരിക്കും ചോദിക്കുക, പക്ഷേ നിങ്ങൾക്ക് കവിതയുടെ ആശയം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സ്വന്തമായ രീതിയിൽ എഴുതാൻ പറ്റും. കവിതയുടെ ആശയം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ എഴുത്തുകാരൻ്റെ പേര്, കവിത, പ്രധാന ആശയം. ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നാണ് കവിയുടെ പേര്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനത്തിൽ കവിതയുടെ പ്രണയത്തിൻ്റെ ഭൂത വർത്തമാന കാലങ്ങൾ കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം കുറേ ഓർമ്മകളിലാണ്. അവർ പരസ്പരം മിണ്ടുന്നില്ല അല്ലേ, സന്ദർശക മുറിയിൽ വന്നിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നില്ല, പക്ഷേ ഓർമ്മകളായി വിറക്കുകയാണ് അല്ലെ. ഓർമ്മകളിലേക്കാണ് പണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്നേഹിച്ചിരുന്നത് എന്നൊക്കെ ഓർക്കുകയാണ് അല്ലേ. ഭൂതവർത്തമാനകാലങ്ങൾ കടന്നു വരുന്നുണ്ട്. ഏറെ ആഹ്ലാദം നിറഞ്ഞ ഒരു വസന്തകാലം അവരുടെ പ്രണയത്തിനുണ്ടായിരുന്നു. കനകമൈലാഞ്ചി നിരിൽ തുടുത്ത വിരൽ സ്പർശം അല്ലേ, അവരുടെ ആ മധുരപരമായ മൈലാഞ്ചിയിട്ട കൈകൾ കൊണ്ടുള്ള സ്പർശം തൊടിയിൽ ഏറെ സന്തോഷകരമായിരുന്നു അല്ലെ. കവിയെ ഒത്തിരി മാറ്റിയിട്ടുണ്ടത്. കാമുകിയുടെ നോട്ടത്തെ കൃഷ്ണകാന്തങ്ങളുടെ കിരണങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രകാശകിരണങ്ങളേറ്റ്, ആ നോട്ടമേറ്റ് ഉള്ളിലെ ചില്ലകൾ, കവിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു ജീവൻ കിട്ടിയ പോലെയാണ്. ഒരു പ്രതീക്ഷയായിരുന്നു അവളുടെ നോട്ടം. ചില്ലകൾ പൂത്തു എന്ന് പറയുന്നു. അനിർവചനീയമായ അനുഭവമാണ് ഈ പ്രയോഗത്തോടെ അനുവാചകനിലെത്തുന്നത്. അതായത് നമുക്ക് വായനക്കാരൻ, കേൾവിക്കാരൻ അല്ലെങ്കിൽ കവിത വായിക്കുന്ന ആളാണ് അനുവാചകൻ കേട്ടോ. അനുവാചകൻ ഓർക്കുമ്പോൾ എന്താണെന്ന് സംശയം വരരുത്. അപ്പോൾ വർത്തമാനത്തിൽ പ്രണയം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ വേറെ പിരിയാനായി, ഇനി ഒരിക്കലും കാണാതിരിക്കാനായി യാത്രാമൊഴി പറയാനെത്തുന്നു. പക്ഷേ അവസാനമായിട്ട് അവരൊന്ന് കാണുകയാണ്. ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിയുന്നു. ആ വേളയിൽ വാക്കുകൾ തൊണ്ടയിൽ പെടഞ്ഞില്ലാതാവുന്നു. പൊൻചെൺപകം പൂത്തിരുന്ന കരൾ കരിഞ്ഞു പോയിരിക്കുന്നു. കറ പിടിച്ച ചുണ്ടിൽ കവിത ഇല്ലാതായി. പ്രിയപ്പെട്ടവരുടെ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധികൾ മറവിയിൽ മാഞ്ഞു പോയിരിക്കുന്നു. വർത്തമാനത്തിൻ്റെ ഈ ദുരിതാവസ്ഥ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കവി വർണ്ണിക്കുന്നു. അപ്പോൾ ഈ കാമുകി അല്ലെ, പ്രണയിച്ചിരുന്ന അവൾ നഷ്ടപ്പെട്ടപ്പോൾ മരണവേഗത്തിൽ ഓടുന്ന വണ്ടികളും എന്തെന്നില്ലാതെയുള്ള നഗരയാത്രകളും മദ്യത്തിൽ മുങ്ങിയ അദ്ദേഹത്തിൻ്റെ രാത്രികളും ഒക്കെ കവിതയെ പറയുന്നുണ്ട്. സത്രങ്ങളിലെ അന്തിയുറക്കം, ഇങ്ങനെ അരാജകമായ ജീവിതാവസ്ഥ കവി വരച്ചിടുന്നു. അന്യതാബോധവും ഏകാന്തതയും നിരാശയും നരകതുല്യമാക്കി ഇരുട്ട് നിറഞ്ഞ ജീവിതാവസ്ഥയിലും സാന്ത്വനമായി കാമുകിയുടെ മുഖം തെളിയുന്നു. അതൊരു ജന്മാന്തര അല്ലെങ്കിൽ ജനനാന്തര ബന്ധമാണല്ലോ. ഇപ്പം യാത്ര പറയുവാൻ നിർബന്ധിതരാകുന്ന ആ സമയത്തും എന്താണ് കവി പറയുന്നത്? നന്ദി ചൊല്ലുന്നതിൽ അർത്ഥമില്ലെന്ന് പറയുക അല്ലേ. അവർ തിരിച്ചറിയുന്നു കരച്ചിലിൻ്റെ അഴിമുഖം കാണാതിരിക്കാം, കാരണങ്ങൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവരാണല്ലോ. അപ്പോൾ ആ ഒരു പ്രണയാനുഭവത്തെ തന്നെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പം ആശയം തന്നെയാണ്. പിന്നെ അടുത്ത ഒരു ചോദ്യം, നാലാമത്തെ ചോദ്യം, വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ. അപ്പോൾ മനസ്സുനി എന്ന് പറയുന്ന ചങ്ങമ്പുഴയുടെ കവിതയിലെ വരികളാണ്. മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവം ഒഴുകട്ടെ, അരുത് ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക. അപ്പം നമ്മൾ പഠിച്ച കവിതയിലെ വരികളാട്ടെ അല്ലേ. അപ്പോൾ സന്ദർശനം എന്ന ആ കവിതയിലെ വരികളാണ്. അപ്പോൾ പ്രണയഗാഥകൾ ഹൃദയസ്പർശികളാകുന്നത് അവയിൽ ദുഃഖത്തിൻ്റെ ആന്തരശ്രുതി ഉൾച്ചേരുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ വ്യക്തമാക്കുക. അപ്പോൾ മനസ്സുനി എന്ന് പറയുന്ന കവിതയാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ചങ്ങമ്പുഴയുടെയാണ്. മനസ്സുനിയിൽ നിർവൃതിയുടെ പൊൻകതിർ പോലെ കടന്നു വന്ന് കവിയുടെ ജീവിതം പ്രകാശപൂർണ്ണമാക്കിയിരുന്ന ഒരു കാമുകിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴോ കടന്നു വന്ന ജീവിതത്തെ പ്രകാശപൂർണ്ണമാക്കിയ ഒരു പ്രിയതമയെക്കുറിച്ച് പറയുന്നു. എന്നാൽ നാളുകൾക്ക് ശേഷം വസൂരി പിടിപെട്ട് കണ്ണും കാതും നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവളുടെ അവസ്ഥ കവിയിൽ അതീവ ദുഃഖമുണ്ടാക്കുന്നു. ആ ലഹരി പിടിക്കുന്ന വേദനയിൽ താൻ മുഴുകട്ടെ എന്നും അതിൽ നിന്നും പുതിയ മുരളീഗാനം ഒഴുകട്ടെ എന്നും കവി പറയുന്നു. ഇങ്ങനെ വേദനയിൽ മുഴുകി ദുഃഖത്തിൻ്റെ ഉന്മാദാവസ്ഥയിൽ എത്തുന്ന കവിയാണ്
മനസ്സിനിയിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ മനസ്സിനിയിൽ കവിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ പ്രണയിനിക്ക് എന്ത് പറ്റി? വസൂരി പിടിപെട്ട് കണ്ണും കാതും നഷ്ടപ്പെട്ട അവരുടെ അവസ്ഥയിൽ ദുഃഖിക്കുന്ന കവിയെ നമുക്ക് മനസ്സിനിയിൽ കാണാൻ പറ്റും. സന്ദർശനം കവിതയിലെ എന്നേക്കുമായി വേർപിരിയുന്ന കവിതാക്കളുടെ അവസാന കൂടിക്കാഴ്ചയാണ് സന്ദർശനം കവിതയിലെ പ്രമേയം. പ്രണയത്തിൻ്റെ വസന്തകാലവും വർത്തമാനത്തിൻ്റെ വിരഹവും ഒക്കെ കടന്നു വരുമ്പോൾ ദുഃഖത്തിൻ്റെ ശ്രുതി ഉയരുകയും താഴുകയും തീവ്രമാവുകയും ചെയ്യുന്നത് കാണാം. അത്തരത്തിൽ അനുഭവവേദ്യമാകുന്ന കാവ്യഭാഷയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിടത്ത് കാമുകിയെക്കുറിച്ചുള്ള വേദന, ഒരിടത്ത് പരസ്പരം പ്രണയിച്ചവർ വേർപെടുന്നതിൻ്റെ വേദന, അതല്ലേ സന്ദർശനത്തിൽ വേർപെടുന്നതിൻ്റെ വേദനയാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കവിതയിലെയും ആശയം എന്താ? ദുഃഖമാണ് കേട്ടോ. ഈ രണ്ട് കവിതകളിലെയും ആന്തരശ്രുതി മൊത്തത്തിലുള്ള വികാരം ദുഃഖത്തിൻ്റെതാണ്. ജീവിതത്തിൻ്റെ സ്ഥായി ഭാവം ദുഃഖമാണെന്നൊരു ചൊല്ലുണ്ട്. സുഖത്തെ ആഗ്രഹിക്കുമ്പോഴും അബോധപൂർവം ദുഃഖത്തെ ഉപാസിക്കുന്നതാണ് പലരും ചെയ്യുന്നത്. പ്രണയഗാഥകൾ ഹൃദയസ്പർശിയാകുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അതിൽ ദുഃഖം നമ്മെ വല്ലാതെ ആകർഷിച്ച് കീഴ്പ്പെടുത്തുന്നതാണ് എന്ന് കവി പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ദുഃഖമാണ് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ കുറച്ചുണ്ടാകുന്ന സുഖമൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ കൂടുതൽ ജീവിതത്തെ പ്രചോദനകരമാക്കി മാറ്റുന്നത്. ഈ ദുഃഖം, ഈ ചെറിയ നല്ല ഓർമ്മകളിലൂടെ ആ ദുഃഖത്തെ മറികടക്കാനായിട്ട് മനുഷ്യൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു ആശയമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അവസാനത്തെ ചോദ്യം, എൻ ചുണ്ടിലൊട്ടി ഇടറിയ മാധുരി നിൻ ചുണ്ടിലേതോ ലിപ്റ്റിക്കിലുള്ളതോ. അപ്പോൾ മദിരാശിയിലെ സായാഹ്നം എന്ന് പറയുന്നത് മറ്റൊരു കവിതയിലാണ്. വി കൃഷ്ണവാര്യരുടെ ഒരു കവിതയുടെ വരികളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈലോപ്പള്ളിയുടെ യുഗപരിവർത്തനത്തിൽ പ്രേമം ഒരു ഉമ്മിനീരായി കാണുവോർ കായിൻ പേരിൽ പൂ മതിക്കുവോർ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഒന്നും പുണ്യമായി എണ്ണിടാത്തോർ എന്ന വരികൾ പറയുന്നു. പിന്നെ അടുത്തതിൽ പ്രേമമേ നിൻ പേര് കേട്ടാൽ പേടിയാം വഴി പിഴച്ച് കാമകിങ്കരന്മാർ ചെയ്യും കടും കൈകളാൽ. അപ്പോൾ കുമാരനാശാൻ്റെ കരുണയിലെ വരികളാണ്. അപ്പോൾ 3 കവികളുടെ വരികളാണ് തന്നിരിക്കുന്നത്. കവിതയിലെ വരികളാണ് എൻ വി കൃഷ്ണവാര്യർ, വൈലോപ്പള്ളി, കുമാരനാശൻ. അപ്പോൾ ഈ ഇതിനകത്ത് പ്രണയത്തെ വരികൾ എങ്ങനെയാണ്, പ്രണയത്തെ കവികൾ എങ്ങനെയൊക്കെയാണ് സങ്കല്പിക്കുന്നത്? അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിത. അപ്പോൾ ഈ കവിതയിലെ പ്രണയ സങ്കല്പവുമായിട്ട് ഈ പറയുന്ന 3 കവികളിലെ ഈ കവിതകൾ, ഈ വരികൾ ചേർത്ത് വെച്ചാൽ, ഇതിൻ്റെ ആശയം ചേർത്ത് വെച്ച് ഒന്ന് പരിശോധിക്കാനാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? സന്ദർശന മുറിയിൽ പരസ്പരം പിരിഞ്ഞ കാമുകി കൗമാർ പരസ്പരം കണ്ടുമുട്ടുന്നു, അവർ പരസ്പരം ഓർമ്മകൾ കൈമാറുന്നു, അവർ പെട്ടെന്നൊരു ദിവസം അവർ പിരിയുന്നു അല്ലേ. അപ്പോൾ കവികളേറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വികാരമാണ് എന്ത്? പ്രണയം. മധുരതരമായൊരു വികാരമാണിതെങ്കിലും ഓരോരുത്തരും പ്രണയത്തെ കാണുന്നതും സമീപിക്കുന്നതും ഓരോ രീതിയിലാണ്. ഇതൊക്കെ കൃത്യമായി ഒപ്പിയെടുക്കാൻ കവികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മദിരാശിയിലെ സായാഹ്നത്തിൽ ആത്മാർത്ഥതയില്ലാത്ത പ്രണയത്തെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. കോളേജ് കുമാരനായ കാമുകൻ കാമുകിയുടെ ചുണ്ടിൽ ചുംബിച്ചപ്പോൾ ലഭിച്ച മാധുര്യം അവളുടെ ചുണ്ടിൻ്റേതാണോ അതോ ചുണ്ടിലെ ലിപ്സ്റ്റിക്കിൻ്റേതാണോ എന്ന് സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൂല്യബോധമില്ലാത്ത തലമുറയുടെ നൈമിഷികമായ പ്രണയത്തെയാണ് കവി ഇവിടെ പറയുന്നത്. ഏത്? മദിരാശിയിലെ സായാഹ്നം എന്ന കവിതയിൽ പറയുന്നത്. എന്നാൽ വൈലോപ്പള്ളിയുടെ യുഗപരിവർത്തനം എന്ന കവിതയിലേക്ക് വരുമ്പോൾ ആശയം മറ്റൊന്നാണ്. ഇതേ ആശയം തന്നെ. പ്രേമത്തിന് ഉമ്മിനീരിൻ്റെ മൂല്യം മാത്രം നൽകുന്നവർ, മനോഹരമായ പൂവിന് അതിലുണ്ടാകാൻ പോകുന്ന കായയുടെ പേരിൽ മാത്രം സ്ഥാനം നൽകുന്നവർ, ബന്ധങ്ങൾക്ക് പവിത്രതയില്ലാത്ത ലോകം, ബന്ധങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്ത ഒരു ലോകത്തെയാണ് വൈലോപ്പള്ളി യുഗപരിവർത്തനം എന്ന കവിതയിലൂടെ പറയുന്നത്. എന്നാൽ കുമാരനാശാനോ? ആശാന്റെ കവിതയിലേക്ക് വരുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിട്ടുള്ള വ്യക്തിയാണ്. സ്നേഹഗായകൻ എന്നാണ് കുമാരനാശാൻ അറിയപ്പെടുന്നത്. അപ്പോൾ സ്നേഹഗായകനായ ആശാൻ പ്രണയത്തിൻ്റെ മറ്റൊരു മുഖം കൂടി ഈ കവിതയിൽ പറയുന്നുണ്ട്. എന്തായിരിക്കും? പ്രേമം ഉദാത്തമാണ് അല്ലേ, സ്നേഹം വളരെ ഉദാത്തമാണ്, ശ്രേഷ്ഠമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള കവി കരുണയിൽ പറയുകയാണ്, ഈ കാമകിങ്കരന്മാരുടെ ക്രൂരതയാൽ പ്രേമമെന്ന് കേൾക്കുന്നത് പോലും പേടിയാണെന്ന് പറയുന്നു. പല വർത്തമാനകാല സംഭവങ്ങൾ ഇതൊക്കെ ശരിവെക്കുന്നതായി കാണാം. ഇതൊക്കെയാണെങ്കിലും സന്ദർശനത്തിൽ യഥാർത്ഥ പ്രണയത്തിൻ്റെ ഭാവഭേദങ്ങൾ കവി പകർത്തി വെച്ചിരിക്കുന്നു. നമ്മൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിലേക്ക് വരുമ്പോൾ എന്താ പറ്റുന്നത്? യഥാർത്ഥ പ്രണയമാണ്. കാരണം അവർ നേരത്തെ വേർപിരിഞ്ഞവരാണ്. സ്നേഹിച്ചിരുന്നവർ നേരത്തെ വേർപിരിഞ്ഞു. പിന്നീട് അവരൊരു ദിവസം ഒരു സന്ദർശക മുറിയിൽ പരസ്പരം കണ്ടുമുട്ടാമെന്ന് പറയുന്നു. അവർ പരസ്പരം കണ്ടുമുട്ടുന്നു. എന്നിട്ട് എന്താണ്? പരസ്പരം സംസാരിക്കുന്നില്ല. അവർ അവരുടെ ഓർമ്മകളിലേക്ക് സ്വയം സഞ്ചരിക്കാനായിട്ട് അവരെ തന്നെ വിട്ടുകൊടുക്കും. അങ്ങനെയുള്ളൊരു ജീവിതാവസ്ഥ കാണാം. ഇതൊക്കെയാണെങ്കിൽ സന്ദർശനത്തിൽ യഥാർത്ഥ പ്രണയത്തിൻ്റെ ഭാവഭേദങ്ങളാണ് പകർത്തിയിരിക്കുന്നത്. പ്രണയത്തിൻ്റെ മനോഹരകാലവും വിരഹവേദനയുടെ തീവ്രതയും കാമുകൻ്റെ നിസ്സഹായാവസ്ഥയും പ്രണയത്തിൻ്റെ ആഴത്തെ കാണിക്കുന്നുണ്ട്. ഏതോ കാരണത്താൽ വേർപിരിയേണ്ടി വന്നപ്പോൾ അവർ അനുഭവിക്കേണ്ടി വന്ന വേദന അനുവാചകൻ്റെതായി മാറുന്നു. ഈ കവിത വായിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു വേർപിരിയിൽ നമ്മുടേതായി മാറുന്നു അല്ലേ. നമ്മളുടെ ആ ഒരു ഇഷ്ടങ്ങൾ, നമ്മുടെ സ്നേഹത്തെയൊക്കെ നമ്മൾ ഓർക്കുന്നു. നമ്മുടേതായി മാറുന്നു അവരുടെ പ്രണയം പോലും. ഇത്തരത്തിൽ പ്രണയത്തെ വ്യത്യസ്ത രീതിയിൽ കവികൾ അവതരിപ്പിക്കുന്നതിൽ കാണാം അല്ലേ. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ, അപ്പോൾ കുമാരനാശാൻ്റെ വരികളിൽ നിന്നും വൈലോപ്പള്ളിയുടെ യുഗപരിവർത്തനത്തിൽ നിന്നും മദിരാശിയിലെ
സായാഹ്ന എന്ന NB കൃഷ്ണവാര്യരുടെ കവിതയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഈ സന്ദർശനം എന്ന കവിത. അതുകൊണ്ട് തന്നെ സന്ദർശനം മറ്റ് കവിതകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. ആ പ്രണയത്തിന് അതിൻ്റെതായ മൂല്യവും സ്ഥാനവും ഒക്കെ നൽകുന്നുണ്ട്. കാരണം കവിയെ ജീവിപ്പിച്ചത് ആ പ്രണയമാണ്. തൻ്റെ കാമുകി നൽകിയ പ്രണയമാണ്, അവളുടെ സാമീപ്യമാണ്, അവളുടെ നോട്ടമാണ് അദ്ദേഹത്തെ വളർത്തിയത്, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പൂത്തുലച്ചത്, കൂടുതൽ പകിട്ടാക്കി മാറ്റിയത്, കൂടുതൽ ജീവസുറ്റതാക്കി മാറ്റിയത്. അപ്പോൾ അതുകൊണ്ട് സന്ദർശനം എന്ന കവിത വളരെയേറെ മനോഹരമാണ്, നല്ല ഭംഗിയുള്ളതാണ്. അതോടൊപ്പം അത് കൂടുതൽ നല്ല യഥാർത്ഥ പ്രണയ അനുഭവത്തെയാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കവിതയെ കാണാൻ പറ്റും. കവിതയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക, അല്ലേ, അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ അല്ലേ മൗനം കുടിച്ചിരിക്കുകയാണ് പരസ്പരം രണ്ടുപേര്, അല്ലേ, അവർ പരസ്പരം മിണ്ടുന്നില്ല. ജനലിനപ്പുറത്ത് ഒരു ജീവിതം, അല്ലേ, പകല് പോലെ ജീവിതം ഇല്ലാതായി തീരുന്നുണ്ട്. പക്ഷേ അവർക്കറിയാം, അവർക്ക് കുറേ ഓർമ്മകളുണ്ട്. ഈ കിളികൾ കൂട്ടിലേക്ക് ചേക്കേറാൻ പോകുമ്പോൾ ആ ചേക്കേറാൻ പോകുന്നത് പോലെ കുറേ ഓർമ്മകൾ തികട്ടി വന്ന് തങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ എപ്പോഴോ പരസ്പരം അവർക്ക് സ്വയം നഷ്ടപ്പെടുന്നു, അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് ഓർക്കുമ്പോൾ തന്നെ ആ നെഞ്ചിടിപ്പിൻ്റെ താളം കൂടുകയാണ്. നിറയെ സംഗീതമുള്ള നിശ്വാസം പോലും, എന്താണ് അവരുടെ ആ പ്രണയം പോലും വളരെയേറെ സംഗീതമുള്ളതായിരുന്നുവെന്ന് കവി പറയുകയാണ്. ഇങ്ങനെയൊക്കെ ജീവിതത്തെ വളരെയേറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ട രണ്ടു പേര് പെട്ടെന്നൊരു ദിവസം അവരുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് അവർ വേർപിരിയുന്നു. പണ്ടേ പിരിഞ്ഞവർ വീണ്ടും വേർപിരിയുകയാണ്. ആ വേർപിരിയലിലൂടെ സന്ദർശനം എന്ന കവിത അവസാനിക്കുന്നു. പഠന പ്രവർത്തനങ്ങൾ നന്നായിട്ട് എഴുതി വെക്കുക, നോട്ട്ബുക്കിൽ വായിച്ച് നോക്കുക, കവിത നന്നായി വായിക്കുക, കവിതയുടെ ആശയം സ്വയം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നന്നായി പഠിക്കുക. അപ്പോൾ നല്ലൊരു മാർക്ക് വാങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.